നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ട്രോക്ക് വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു CT കൂടെ എടുക്കണം. സ്കാൻ ചെയ്താലേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ആ സമയത്ത് വിളിക്കാത്ത ദൈവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും മനസ്സൊക്കെ വിട്ടു. ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ എവിടേക്കാ പോകണമെന്ന് എനിക്ക് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാരൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ചരിച്ച് മറിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തരും പോകുന്നത്. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ 17-ാം തീയതി മുനേട്ടനെയും കൊണ്ട് നമ്മൾ 3ാമത്തെ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് വീഡിയോ കണ്ടപ്പോൾ തന്നെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇരിക്കുന്നു, ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ പറഞ്ഞ ഒരു 8:30 നമ്മൾ ഇറങ്ങി. ഓട്ടോ കൊണ്ടാണ് പോയത്. അച്ഛനുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും പിന്നെ ഓട്ടോ ഡ്രൈവറായ ആളേട്ടൻ, അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 10 ആകുമ്പോഴേക്കും അവിടെ എത്തിയത് നമുക്ക് ഫസ്റ്റ് ആ ടൈമിൽ തന്നെ ടോക്കൺ തന്നു. നമുക്ക് അപ്പം തന്നെ കയറാനൊക്കെ പറ്റി. ഡോക്ടറെ കണ്ടു. അപ്പോൾ ഇതിപ്പോൾ 4 മാസമായിട്ടുണ്ട്. സ്ട്രോക്ക് വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കൊരു CT കൂടെ എടുക്കണം. സ്കാൻ ചെയ്താലേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാന്, പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബോട്ടിലൊക്കെ കണ്ടപ്പോൾ പോകാനായിട്ട് ഇതെന്തിനാണ് ഇതൊക്കെ, എനിക്ക് പൊന്നൂസിന് കളിച്ചു കൊണ്ടുപോകണമെന്നൊക്കെയായി. കുറേ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ തരത്തിൽ ബ്ലഡ് ടെസ്റ്റ്, കുറേ സൈസിൽ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. നമ്മൾ ടെസ്റ്റൊക്കെ എടുത്തു. സ്കാനിങ്ങും കഴിഞ്ഞു. അതെല്ലാം ചെയ്ത് പിന്നെ റിപ്പോർട്ട് കിട്ടണവരെ വെയിറ്റ് ചെയ്തു. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഡോക്ടറിനെ കാണിച്ച്, റിപ്പോർട്ട് കാണിച്ചതിന് ശേഷം നമ്മൾ മരുന്ന് എല്ലാം എഴുതി തന്ന് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ തിരിച്ചു വന്നത്. തിരിച്ചിവിടെ എത്തുമ്പോൾ വന്നിട്ട് ഒരു 6:45 7 മണി ആവാനായി, വൈകുന്നേരമായി. ആ സമയത്താണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയത്. എന്നാലും പോട്ടെ, എന്നാലത്തെ ഒരു ട്രിപ്പിൽ നമ്മൾ ഇതെല്ലാം ചെയ്തു. സ്കാനിങ്ങും ചെയ്തതിൽ തന്നെ വലിയ സമാധാനമായി. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ ഇവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് വൈകിയത് കാരണം തന്നെ നമുക്കപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പം നമ്മൾക്ക് ഇന്നും അതേപോലെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അന്ന് മോനേട്ടനെയും കൊണ്ട് പോയ ദിവസത്തെയും അവിടെ അത്രയും ദിവസങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളും പിന്നീട് ചെക്കപ്പിന് പോയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയപ്പോൾ ഓർമ്മയിൽ ഇങ്ങനെ വന്നു. പിന്നെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെയല്ലല്ലോ. അത് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ ഷോർട്സിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെ പിടിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്നൊക്കെ പ്രാവശ്യം നല്ല മാറ്റമായില്ലേ. ഇപ്പോൾ 4 മാസം കൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് നടക്കാനൊക്കെ ആയി. എന്നാലും നമ്മൾ വീൽ ചെയർ കയ്യിൽ കൊണ്ടുപോയി. കാരണം അത്രയും സമയമായില്ലേ. ഇപ്പോൾ കാലത്ത് നമ്മൾ അവിടെ 10 മണിക്ക് എത്തിയിട്ട് ഈ 7 മണി വരെ നമ്മളൊക്കെ നടക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞാൽ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കില്ല. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് സ്കാനിങ്ങിനാണെങ്കിലും ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും ഓരോ ഭാഗത്തേക്ക് പോകണം. നല്ല തിരക്ക്. അതിനിടയിലൊന്നും പിടിച്ച് നടന്നിട്ട് പോകലൊന്നും നടക്കാത്ത കാര്യം. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ നിന്ന് വീൽ ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. അതെന്തായാലും നല്ല കാര്യം തന്നെയായി. അപ്പോൾ നമുക്ക് അന്നത്തെ കാര്യം എനിക്ക് എന്തായാലും CT സ്കാൻ എന്ന് പറയുമ്പോൾ തന്നെ പഴയ ഒരു കാര്യങ്ങളും ടെൻഷനും അന്നത്തെ ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് നമ്മൾ പോയ ടൈമിൽ ഇവിടുന്ന് വയ്യാണ്ടായിട്ട് പോയ ടൈമിൽ തന്നെ അവർ അർജൻറ്റായിട്ട് CT സ്കാൻ എടുത്തു. എന്നിട്ടാണ് പറഞ്ഞത് ബ്ലീഡിങ് ഉണ്ട്, സ്ട്രോക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഒരു 3 ദിവസം മരുന്ന് ചെയ്തിട്ട് 3ാമത്തെ ദിവസം കാലത്ത് ഡോക്ടർ വന്നപ്പോൾ സാർ പറഞ്ഞു ഒരു സ്കാനിങ്ങും കൂടെ നമുക്ക് എടുക്കണം, സ്കാൻ ചെയ്യണം. അപ്പോൾ എന്നാലേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം മരുന്നിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഒക്കെ ചെയ്യാനാണ്. എന്തായാലും ഒരു സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് നോക്കിയിട്ട് കൂടെ അച്ഛനുണ്ടായിരുന്നത്. അച്ഛൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ എന്താ പറയുക, അച്ഛൻ ഇത് അറിഞ്ഞിട്ടില്ല. ഡോക്ടർ വരുന്നത് 9 മണി 8:30 ആ ടൈമിലും ഡോക്ടർ അച്ഛൻ കാലത്ത് ഞാൻ ചായ കുടിച്ചത് എണീറ്റും പറഞ്ഞു. കാരണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കഴിഞ്ഞു. അപ്പോൾ പൈസ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ തൊട്ട ആൾക്കാരും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ടാണ്. അച്ഛൻ പൊയ്ക്കോളി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുട്ടികളെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അച്ഛൻ പൊയ്ക്കോളി
പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ ഇവിടെ വന്നു. അച്ഛനും തിരിച്ചു വന്നപ്പോഴേക്കും ഞാനും മോനോട്ടും തടിച്ചായി. ആ ടൈമിലാണ് കാലത്ത് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടെ എനിക്ക് ആകെ ടെൻഷനായി. എന്ത് ചെയ്യും, ഇതിപ്പോൾ എന്താ ചെയ്യുക? കാരണം മോനേട്ടൻ അന്ന് ബെഡിൽ കിടക്കാണ്ട്, കട്ടിലിൽ കിടക്കാണ്ട് താഴത്ത് കിടക്കുള്ളൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് തറയിലാണ് കിടന്നിരിക്കുന്നത് ആ ടൈമിൽ. അത്രയും എന്താ പറയാ, ഇങ്ങനെയുള്ള ഒരാളിനെ ഇനി ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെ പോലും നീ ആരാണെന്ന് ചോദിച്ച ആളെ ആ ടൈമില്ല. അപ്പോൾ ട്രോളി കൊണ്ടുവന്ന് ഈ ആളെ കയറ്റി കൊണ്ടുപോയിട്ട് വേണം നമുക്ക് സ്കാനിങ്ങിലേക്ക് CT സ്കാനിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാൻ. ഞാൻ സാറത്ത് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അർജൻറ്റാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോളി, പിന്നീടേക്ക് ടൈം വൈകിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു. എഴുതി തന്നിട്ട് പോയതോടുകൂടെ എനിക്ക് ആകെ ടെൻഷനായി. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നേരെ സ്കാനിങ്ങിൻ്റെ അവിടെ പോയിട്ട് ടൈം എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇപ്പം തന്നെ കൊണ്ടുവന്നോളി, 1 മണിക്കൂറിൻ്റെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആളെ കൊണ്ടുവന്നോളി, ടൈറ്റാന്ന് പറഞ്ഞു. അർജൻറ്റാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ കൊണ്ടുവന്നോളി, പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ആകെ ടെൻഷനായിരുന്നു. കാരണം കൂടെ ആളില്ല, അച്ഛനും ഇല്ല. ഈ തറയിൽ കിടക്കണ മനുഷ്യനെ ട്രോളിയിൽ കയറ്റി ഇത്രയും ദൂരത്തേക്ക് കൊണ്ടെത്തിക്കണം. ഞാൻ എങ്ങനെ കൊണ്ടുവരും ഭഗവാൻ എന്നുള്ള. ഇനി ആ സമയത്ത് വിളിക്കാത്ത ദൈവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും മനസ്സൊക്കെ വിട്ടു. ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ എവിടേക്കാണ് പോകണമെന്ന് എനിക്ക് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ലിറ്റിൽ കാരണം ഞാൻ സ്റ്റെയർ കേസ് കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താ ഭയങ്കര ടെൻഷനും പിന്നെ കാലത്ത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും ഒക്കെ കൂടെ ആയിട്ട് വല്ലാണ്ടായി. അങ്ങനെയായിട്ട് എനിക്ക് സ്റ്റെയർ കയറാൻ കിട്ടാണ്ട് ഞാൻ അവിടെ അങ്ങനെ നിന്ന് തലകറക്കൊക്കെ തുടങ്ങി. തലകറങ്ങാൻ തുടങ്ങിയപ്പോലെ അങ്ങനെയപ്പോൾ ഞാൻ ആ സ്റ്റെയറിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ പിടിച്ച് നിന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് ആ സെക്യൂരിറ്റി ഓടി വന്നിട്ട് എന്താ ചേച്ചി, എന്താ പ്രശ്നം, നിങ്ങൾക്കാണോ ഡോക്ടറെ കാണാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ആളെന്താ ചോദിക്കണമെന്ന് പോലും ഓർമ്മയില്ല. അപ്പം ഞാൻ ഒന്നുമില്ല, തല കറങ്ങിയിട്ടാണോ. അപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ആ സ്റ്റെയറിൽ ഞാൻ ഇരുന്നു. ആളപ്പുറത്ത് പോയിട്ട് അവിടെ വാർഡിൽ പോയിട്ട് അവിടെ പോയി എന്തോ പറയുന്നുണ്ട്. ഒരമ്മ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ആ അമ്മ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ഇത് കുടിക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോൾ അവർ എന്താണ്, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്താ പ്രയാസം ചോദിച്ചു. സത്യത്തിലായ അമ്മ വന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ പറയാ, ഞാൻ അങ്ങനെ കരഞ്ഞു ആ അമ്മൻ്റെ അടുത്ത്. അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞു, കൂടെ ആളില്ല, അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ്റെ കാലത്ത് ഇങ്ങനെ വീട്ടിൽ പോയിരിക്കുകയാണ്, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇന്നെ പോലെ എത്ര ദൂരെയാണ്. അപ്പോൾ ഞാൻ അച്ഛൻ വരുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്കാനിങ്ങിൽ പോകണം, കൂടെ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമം അങ്ങനെ അറിയാണ്ട് അമ്മയോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാര്യം ഞാൻ കുട്ടിൻ്റെ അടുത്ത് പറയാം, നമുക്കിപ്പോൾ കൂടെ നിനക്ക് കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ട്, കാശുമുണ്ട്, നല്ലോണം നിനക്ക് ലക്ഷങ്ങൾ വേണമെങ്കിൽ സഹായിക്കാനുള്ള ആളുണ്ട്, നിന്റെ കയ്യിലുണ്ട്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും ദൈവം ഒരു ശക്തിൻ്റെ ഒരു അനുഗ്രഹം ആ ഒരു ഇത് നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് എന്തുണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. ആരുണ്ടായിട്ടും കാര്യമില്ല മകനെ, നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി, ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി, ആ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. നീ അതിനു വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഇപ്പോൾ അത് മാത്രം ചെയ്യും എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തായാലും ദൈവം കൂടെ ഉണ്ടാകും, തുണയായിട്ടുണ്ടാകും, കേട്ടോ, പേടിക്കൊന്നും വേണ്ട, വിഷമിക്കേണ്ട. അപ്പം ആ ഒരു വാക്ക് എന്താ പറയുക, ഇപ്പോഴും ഞാൻ ആ ഒരു വാക്കിനെ ഞാൻ മനസ്സിൽ അങ്ങനെ ഇതായിട്ട് നടക്കുന്നത്. കാരണം എന്തൊരു കഷ്ടപ്പാട് വരുമ്പോൾ ആ അമ്മ പറഞ്ഞ ആ വാക്ക് ആലോചിക്കുന്നത്. ആരുണ്ടായിട്ടും എത്ര സഹായിക്കാൻ ആളുണ്ടായിട്ടും എത്ര കാശുണ്ടായിട്ടും കാര്യമില്ല. സത്യം തന്നെയാണ്, ദൈവം നമ്മളെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുണ ആ സമയത്ത് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ല, ദൈവം മാറി നിൽക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഈ കാശിനും ആളുകൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സമയമല്ലേ അന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ സ്കാനിങ്ങിൻ്റെ അതിൽ പോയപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മോനൻ്റെ അടുത്തേക്ക് പറഞ്ഞത്. കാരണം ഒന്നും പറയാനും പറ്റില്ല, അവിടെ ഡോക്ടറെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു ടെൻഷൻ അറിയിക്കാൻ പറ്റില്ല, വിഷമങ്ങളൊന്നും തന്നെ അറിയിക്കേണ്ട, നിങ്ങൾക്ക് കരയണമെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ദൂരം എവിടെയെങ്കിലും പോയി ആൾ കാണാത്ത സ്ഥലത്ത് പോയി നിന്നിട്ട് കരഞ്ഞോളാം. കാരണം ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞാൻ തുറന്നും കരയാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മൾ അങ്ങനെയൊന്നും മോനെ ഒരു കാര്യം അറിയിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഇപ്രാവശ്യം നമ്മൾ സ്കാനിങ്ങിന് പോയപ്പോഴാണ് മൂപ്പര് ആ ഭാഗമൊക്കെ അങ്ങനെ വീൽ ചെയറിൽ കറങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് കരിയായിരുന്നു ഇല്ലേ, വീൽ ചെയറിലിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണെന്ന് ചോദിച്ചു. കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛനും ഞാനും
ആ ഡ്രൈവർ ഏട്ടനും ഉണ്ട് കൂടെ. അപ്പൊ എന്താണ് ചോദിച്ചത് പറയുന്നത്, നിന്റെ കൈ കഴുകി തൊഴുതണം, നീ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ നീ ഒറ്റ ഓടി നടന്ന് ചെയ്തിട്ടല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും വലിയ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ദിവസം വരെ എത്തി. നിലവരെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 4 മാസം വരെ ആയി. അമ്മ പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ നമ്മൾ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ 4 മാസം കൊണ്ട് വേണ്ടിയിട്ട് നടക്കാനെങ്കിലും സാധിച്ചത്. ദൈവത്തിനറിയാം ആരും ഇല്ലാത്ത അനാഥകളാണ് ഞങ്ങളെന്ന്. പക്ഷെ എന്തായിരുന്നു, ഒരു സമയത്ത് മനോഹരനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാത്തിനും ഉണ്ടായിരുന്നു, നല്ലതിനും കെട്ടതിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ആരും തിരിഞ്ഞും കൂടെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും പറയണില്ല, നമ്മൾ മൊത്തത്തിൽ അങ്ങനെ പറയണല്ല. അല്ലാണ്ട് അന്യ ആൾക്കാർ, അതല്ലാണ്ട് നമ്മൾ അന്നൊന്നും ഒരുപാട് നമ്മളൊന്നും അങ്ങനെ സഹായിക്കാത്ത ആൾക്കാർ വരെ നമ്മളുടെ അടുത്ത് ഇപ്പോഴും അന്വേഷിക്കലും വെക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ടുള്ള ആൾക്കാർ, ചില ആൾക്കാരൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ചരിച്ച് മറിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തരും പോകുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. ദൈവം ശരിക്കും ഓരോ ആളുകളിലും നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. ഇപ്പൊ മോനെ പറയാൻ തുടങ്ങി, ഇപ്പൊ ഞാൻ എല്ലാം പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ റിപ്പോർട്ടൊക്കെ കിട്ടിയ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എന്താണെങ്കിലും പഴയ പോലെയല്ല, സ്കാൻ റിപ്പോർട്ടിലൊക്കെ മാറ്റമുണ്ട്, ബ്ലീഡിങ്ങിലൊക്കെ മാറ്റമായിട്ടുണ്ട്, ബ്ലീഡിങ് ഇല്ല എന്നൊക്കെ സാർ പറഞ്ഞു. പക്ഷെ എന്താണ്, നമുക്ക് മെഡിസിൻ ഒന്നും നിർത്താനായിട്ടില്ല, മെഡിസിൻ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ചെക്കപ്പിന് പോകാനുള്ളത്. അപ്പോൾ അപ്പോഴേക്കിനെ ഏകദേശം പറയുന്നത് എന്തായാലും മെഡിസിൻ്റെ എണ്ണം കുറഞ്ഞു അല്ലേ. ഫസ്റ്റ് 18-20 എണ്ണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് വന്നു. അപ്പോൾ എണ്ണം കുറച്ചിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ട് നിർത്തേണ്ട കണ്ടീഷനൊന്നും ആയിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി കുറച്ച് നാളും കൂടി നമുക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം, അത്രയൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ്, ഞാനും എൻ്റെ മകളും മോനേട്ടൻ്റെ കൂടെ കറക്റ്റ് സപ്പോർട്ടായിട്ട് ഉണ്ടാവും. എത്രയും വേഗം ഇതിലും ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനും ഓടി നടക്കാനും ആവണം. എന്നിട്ട് വേണം പൊന്നൂസിന് സ്കൂളിലേക്ക് പോകണം. ഇനിയിപ്പോൾ +1 കാര്യങ്ങൾ നോക്കണം, അത് ചെയ്യണം. എനിക്ക് എൻ്റെ ജോലിക്ക് പോകണം, മോനേട്ടന് ജോലിക്ക് പോകണം, ചെണ്ട കൊട്ടണം. അടുത്ത ഉത്സവമൊക്കെ ആകുമ്പോഴേക്കും നിന്നിട്ട് നമുക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് ഒരു പഴയ കാലം തുടങ്ങിയിട്ട് എല്ലാവരും പറയണ തന്നെയാണ്. ഞങ്ങളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കി, ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞു. ആരും ഇല്ലാത്തവർക്ക് തമ്പുരാൻ ഉണ്ടാവും എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക്. പിന്നെ എപ്പോഴും പോലെ തന്നെ അച്ഛനും അമ്മയും അവരുടെ ഈ വയസ്സാം കാലത്ത് അവർക്ക് ഓട്ടോ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓടുക, അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തരുന്നുണ്ട്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവാൻ സർവേശ്വരനോട് ഞങ്ങൾ